ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് അധികം വൈകാത്ത വീഡിയോയിലേക്ക് പോകാം അല്ലേ. റീഡ് ദ സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി. അമ്മ വാസ് ചേസിങ് ഹിം വിത്ത് എ ഹാഫ് ഫിനിഷ്ഡ് പ്ലേറ്റ് ഓഫ് ഉപ്പുമാവ്. ഉണ്ണി, കം ഓൺ, ഫിനിഷ് ദിസ്. But Unnikkuttan was not interested. So Amma gave him a small water to drink that would wash down the small quantity of uppumava he had kindly consented to eat. So ഈ സെന്റൻസിൽ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയാണല്ലേ പറയണേ. ഉപ്പുമാവാണ് ഉണ്ണിക്കുട്ടന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അമ്മ കൊടുക്കുന്നത്. Write a few sentences about your breakfast. You can make use of following hints. At what time do you take breakfast? What is your favorite dish for breakfast? Who prepares breakfast for you? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി എഴുതാനാണ്. അതിൽ ഉൾപ്പെടുത്തേണ്ടത് നമ്മൾ ഏത് സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഏതാണ് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ്, ആരാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുന്നത് എന്നുള്ളതൊക്കെയാണ്. അപ്പൊ നമുക്ക് എഴുതിയാലോ. I usually have my breakfast at around 8 o'clock in the morning before going to school. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. My favorite breakfast is soft idlis served with a hot and tasty sambar. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല കുഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും നല്ല ചൂടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറിന്റെ കൂടെ കഴിക്കാനാണ് എനിക്കിഷ്ടം. Sometimes my mother also makes coconut chutney to go with it. ചില സമയങ്ങളിൽ അമ്മ എനിക്ക് അതിന്റെ കൂടെ നാളികേര ചട്നി കൂടെ ഉണ്ടാക്കി തരാറുണ്ട്. ഐ ലവ് ദ സ്മെൽ ഓഫ് ഫ്രഷ് ഇഡ്ലീസ് ആൻഡ് ദ സ്പൈസി ഫ്ലേവർ ഓഫ് സാമ്പാർ ഫിൽഡ് വിത്ത് വെജിറ്റബിൾസ്. എനിക്ക് ആ ഫ്രഷ് ഇഡ്ലിയുടെയും സാമ്പാറിന്റെ ആ സ്പൈസസ് ഒക്കെ കൂടിയിട്ടുള്ള മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മൈ മദർ പ്രിപ്പയർസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഏർലി ഇൻ ദ മോർണിംഗ്. അതിരാവിലെ എനിക്ക് അമ്മയാണ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തരാറുള്ളത്. ആഫ്റ്റർ ഫിനിഷിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ് I drink a glass of warm milk and feel full of energy for the day. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാനൊരു ഗ്ലാസ് ചൂടുപാല് കുടിക്കാറുണ്ട്. സോ ആ ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ടിരിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇസ് മൈ ഫേവറേറ്റ് മീൽ ബിക്കോസ് ഇറ്റ് കീപ്സ് മീ ആക്റ്റീവ് ആൻഡ് ഹാപ്പി. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം, കാരണം എന്നെ വളരെ ആക്റ്റീവും ഹാപ്പിയും ഒക്കെ ആയിട്ട് വെക്കുന്ന ഒരു മീലാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡു യു ലൈക്ക് ഉപ്പുമാവ്? നിങ്ങൾക്ക് ഉപ്പുമാവ് ഇഷ്ടമാണോ? വാട്ട് ഇൻഗ്രീഡിയൻസ് ആർ യൂസ് ടു മേക്ക് ദിസ് ഡിഷ്? ഉപ്പുമാവ് ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്? പ്രിപ്പയർ എ റെസിപ്പി. നമ്മളോടൊരു റെസിപ്പി ഉണ്ടാക്കാനാണ് പറയുന്നത്. സോ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസും പിന്നെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു പ്രൊസീജിയറും നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാന്ന് നോക്കിയാലോ. ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 1 cup of റവ, 2 cups of water, 1 onion, ginger, 1 green chili, 1 carrot, 1 teaspoon mustard seeds കടുക്, പിന്നെ 1 teaspoon ഉഴുദ് ദാൽ ഉഴുന്നാണ്, few curry leaves, salt and oil as needed. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉപ്പുമാവിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. എന്നാൽ നമുക്ക് പ്രൊസീജിയർ നോക്കിയാലോ. റോസ്റ്റ് ദ റവ until it becomes golden brown. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ റവ നമ്മൾ റോസ്റ്റ് ചെയ്യണം. Heat the oil in a pan and splatter the mustard seeds. Then add ഉഴുദ് ദാൽ. ഒരു പാനിൽ ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിൽ നമ്മൾ കടുക് പൊട്ടിക്കണം. സ്പ്ലറ്റർ ദ മസ്റ്റർഡ് സീഡ്സ് എന്നാണ് അതിനെ പറയുക. എന്നിട്ട് നമ്മൾ ഉഴുന്ന് ചേർക്കണം, ഉഴുദ് ദാൽ ആഡ് ചെയ്യണം. ആഡ് ചോപ്ഡ് ജിഞ്ചർ, അനിയൻ, ഗ്രീൻ ചില്ലി, ക്യാരറ്റ് ആൻഡ് കറി ലീവ്സ്. അതിനുശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ജിഞ്ചർ, അനിയൻ, ഗ്രീൻ ചില്ലി, ക്യാരറ്റ്, കറി ലീവ്സ് എല്ലാം ഇടണം. അതിൽ ചോപ്പ് എന്ന് വെച്ചാലാണ് ചെറുതായിട്ട് അരിഞ്ഞത് എന്നാണ് അർത്ഥം. സ്റ്റിർ വെൽ, നന്നായിട്ട് ഇളക്കണം. Pour water into the pan and let it boil. Pour water എന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കുക എന്നാണ്. ഈ പാനിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കണം, ബോയിൽ ചെയ്യണം. ആഡ് സോൾട്ട് ആൻഡ് റോസ്റ്റഡ് റവ സ്ലോലി വൈൽ സ്റ്റിറിങ്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുക. അതിനുശേഷം റോസ്റ്റഡ് റവയും പതുക്കെ ഇളക്കി ചേർക്കണം. കുക്ക് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് until it becomes soft. സോഫ്റ്റ് ആവുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്യുക. വെൻ റെഡി, സെർവ് ഇറ്റ് ആൻഡ് എൻജോയ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി 2 ആണ്. അതിൽ നമ്മൾ പ്രിപ്പോസിഷൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. റീഡ് ദ ഫോളോവിങ് സെന്റൻസസ്. ഉണ്ണിക്കുട്ടൻ placed the bag on a bench, opened it and inspected the contents. Yes, his school kit was complete with the Malayalam reader for the first standard and the slate. This was actually Unnikkuttan's second slate in less than 2 weeks. The first had slipped from his hand and broken to pieces. Look at the words in bold. ഇതില് ചില വേർഡ്സ് ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ, കുറച്ച് കടുപ്പിച്ച് കൊടുത്തിട്ടില്ലേ. They show relationship between words in a sentence. ഒരു സെന്റൻസിലെ വാക്കുകൾ തമ്മിലുള്ള ബന്ധത്തിനെ കാണിക്കാനാണ് ഇത്തരത്തിലുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ വേർഡ്സ് നോക്കിയാലോ.
ഉണ്ണിക്കുട്ടൻ പ്ലേസ് ദ ബാഗ് ഓൺ എ ബെഞ്ച്. ഒരു ബെഞ്ചിന് മുകളിൽ വെച്ചു എന്ന് കാണിക്കാനാണ് അവിടെ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് കംപ്ലീറ്റ് വിത്ത് ദ മലയാളം റീഡർ ഫോർ ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. 1ാം ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള മലയാളം റീഡറും സ്ലേറ്റും കൂടെ ആയപ്പോൾ ആ സ്കൂൾ കിറ്റ് കംപ്ലീറ്റ് ആയി എന്നാണ് പറയുന്നത്. സോ വിത്ത് എന്ന് പറയുമ്പോൾ ഒരു കൂടെ എന്നുള്ളൊരർത്ഥാണ്, മലയാളം ടെക്സ്റ്റ് കൂടെ എന്നുള്ളൊരർത്ഥാണ്. ഫോർ ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ 1ാം ക്ലാസ്സിലേക്ക് വേണ്ടി എന്നുള്ളൊരർത്ഥാണ്. അതുപോലെ അടുത്ത വേർഡാണ് ദ ഫസ്റ്റ് ഹാഡ് സ്ലിപ്ഡ് ഫ്രം ഹിസ് ഹാൻഡ്. ഫ്രം ഹിസ് ഹാൻഡ് എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് എന്നാണ് അർത്ഥം. 2 pieces കഷ്ണങ്ങളായി മാറി, കഷ്ണങ്ങളായി പോയി എന്നുള്ളൊരർത്ഥാണ് അതിനുള്ളത്. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രിപ്പോസിഷൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. Read the paragraph given below and underline such words. It was 7:30 in the morning. രാവിലെ 7:30 ആയിരുന്നു. സോ in എന്ന് പറയുന്നത് ഒരു preposition ആണ്. The sun was shining brightly in the sky. ആകാശത്ത് സൂര്യൻ നല്ല ബ്രൈറ്റ് ആയിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട്. And birds were flying over the trees. മരത്തിന് മുകളിലൂടെ പക്ഷികൾ പറന്നു പോകുന്നു എന്നാണ് പറയുന്നത്. സോ over ഒരു preposition ആണ്. Raja placed his books neatly on the table and kept his school bag beside the chair. ഈ സെന്റൻസിൽ ഏതാ വരിക? ഓൺ ദ ടേബിൾ ആണ് വരിക. ടേബിളിന്റെ മുകളിൽ എന്നാണ് പറയുന്നത്. kept his school bag beside the chair. ചെയറിന്റെ ഒരു സൈഡിൽ ബാഗ് വെച്ചു എന്നുള്ളതിനാണ് beside എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബിസൈഡും ഒരു preposition ആണ്. Then he walked into the kitchen to have breakfast. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കിച്ചണിലേക്ക് പോയി. സോ into എന്ന് പറയുന്നതും ഒരു preposition ആണ്. His mother gave him a glass of milk and a plate with delicious idlis. സോ നമ്മൾ വിത്ത് ഓൾറെഡി കണ്ടു അല്ലെ, കൂടെ എന്നാണ് അർത്ഥം. അതായത് ഇഡ്ലിയോട് കൂടിയിട്ടുള്ള പാത്രം. അതുപോലെ ഓഫും ഒരു preposition ആണ്. A glass of milk എന്ന് പറയുന്നത്. After eating, he put on his uniform and walked to the bus stop. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. He waited for the school bus under a big tree. For ഒരു preposition ആണല്ലേ. എന്തായിരുന്നു ഫോറിന്റെ അർത്ഥം? വേണ്ടി എന്നായിരുന്നു. സോ സ്കൂൾ ബസ്സിന് വേണ്ടി കാത്തുനിന്നു. എവിടെയാണ് കാത്തുനിന്നത്? അണ്ടർ എ ബിഗ് ട്രീ എന്നാണ് പറയുന്നത്. ഒരു വലിയ മരത്തിന് താഴെ. സോ അണ്ടറും ഒരു preposition ആണ്. ഉണ്ണിക്കുട്ടൻ is fond of playing football. ഉണ്ണിക്കുട്ടന് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. After school, he always plays football with his friends. സ്കൂൾ ടൈമിന് ശേഷം ഫ്രണ്ട്സിന്റെ കൂടെ ഫുട്ബോൾ കളിക്കാറുണ്ട് ഉണ്ണിക്കുട്ടൻ. Now look at the sentence that go with the pictures. Fill in the blanks with missing words in each sentence that show relationship. സോ നമുക്ക് എല്ലാ സെന്റൻസിലും prepositions ആഡ് ചെയ്യണം. മറ്റുള്ള വേർഡ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കിയിട്ട് വേണം നമുക്ക് preposition എഴുതാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. പ്ലേയേഴ്സ് ആർ റണ്ണിങ് ഡാഷ് ദ ബോൾ. പ്ലേയേഴ്സ് എല്ലാവരും പന്തിന് പുറകെ ഓടുന്നു എന്നാണ്. സോ പിന്നാലെ ഓടുക എന്ന് പറയുന്നത് ആഫ്റ്റർ എന്നാണ് നമ്മൾ പറയുക. ദ പ്ലേയേഴ്സ് ആർ റണ്ണിങ് ആഫ്റ്റർ ദ ബോൾ. ദ ഫുട്ബോൾ ഈസ് ഡാഷ് ദ ഗ്രൗണ്ട്. ഫുട്ബോൾ ഈസ് ഓൺ ദ ഗ്രൗണ്ട് എന്നാണ് നമ്മൾ പറയുക. The football is flying dash the goal post. ആ പിക്ചറിൽ നോക്കൂ, ഗോൾ പോസ്റ്റിന്റെ മുകളിൽ കൂടി അല്ലേ പോകുന്നേ. സോ നമ്മൾ ഓവർ എന്നാണ് പറയണ്ടേ. The football is flying over the goal post. The players are standing dash a circle. അവരെല്ലാവരും ഒരു വട്ടത്തിൽ നിൽക്കുകയാണല്ലേ. The players are standing in a circle എന്നാണ് ശരിയായിട്ട് വരിക. ഉണ്ണിക്കുട്ടൻ റൺസ് ഡാഷ് ദ ഗോൾ പോസ്റ്റ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഉണ്ണിക്കുട്ടൻ ഗോൾ പോസ്റ്റിന് നേരെ മൂവ് ചെയ്യാണല്ലേ. സോ എന്തിനെങ്കിലും നേരെ എന്ന് പറയാനായിട്ട് നമ്മൾ ടുവേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡാണ് ഉപയോഗിക്കുക. ഉണ്ണിക്കുട്ടൻ റൺസ് ടുവേർഡ്സ് ദ ഗോൾ പോസ്റ്റ്. സഞ്ജു ഇസ് പാസിംഗ് ദ ബോൾ ടു ഹിസ് ഫ്രണ്ട്. അടുത്തത് നമ്മളോട് പറയുന്നത് ഈ സൈഡിൽ കുറച്ച് prepositions നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ഇൻ, ഓൺ, ഓവർ, അറൌണ്ട്, ആഫ്റ്റർ, അണ്ടർ, ബിഹൈൻഡ്, അക്രോസ്, ഫ്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ prepositions ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളോട് ഒരു പാരഗ്രാഫ് ഉണ്ടാക്കാനാണ് പറയുന്നത്. സോ എന്തിനെ പറ്റിയിട്ടുള്ള പാരഗ്രാഫാണ്? നമുക്കൊരു 5 ടോപ്പിക് തന്നിട്ടുണ്ട്. പ്ലേ ഗ്രൗണ്ട്, പാർക്ക്, ലൈബ്രറി, കിച്ചൺ ഗാർഡൻ, ഹോം. ഇതിലേതിനെ പറ്റി വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് പാർക്കിനെ പറ്റി എഴുതിയാലോ. There is a beautiful park near my house. എന്റെ വീടിന്റെ അടുത്ത് നല്ല ഭംഗിയുള്ള ഒരു പാർക്ക് ഉണ്ട്. In the morning, people walk around the park and do exercises. രാവിലെ ആളുകള് പാർക്കിന് ചുറ്റും നടക്കാറുണ്ട്, പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. സോ അറൌണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും എന്നാണ് അർത്ഥം കേട്ടോ. There is a small pond in the middle of the park. പാർക്കിന്റെ നടുവിലായിട്ട് ഒരു ചെറിയ കുളമുണ്ട്. A bridge goes over the pond and the children love to stand on it. ഓവർ എന്ന് വെച്ചാൽ എന്താ? മുകളിലൂടെ അല്ലേ. സോ ഈ കുളത്തിന് മുകളിലൂടെ ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ട്. കുട്ടികൾക്ക് അവിടെ നിൽക്കാൻ നല്ല ഇഷ്ടമാണ്. അതിന്റെ മുകളിൽ നിൽക്കുക എന്നുള്ളതിനോണ്ടാണ് ഓൺ എന്നവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. Many trees grow behind the benches.
giving cool shade. Behind എന്ന് വെച്ചാല് പുറകിൽ എന്നാണ്. സോ ബെഞ്ചസിന് പുറകിലായിട്ട് ഒരുപാട് മരങ്ങളുണ്ട്, അത് നല്ല തണലും കൊടുക്കുന്നുണ്ട്. A small path runs across the park from the gate to the fountain. Across എന്ന് വെച്ചാല് കുറുകെ എന്നാണ് അർത്ഥം. സോ പാർക്കിന് കുറുകെ ആയിട്ട് ഗേറ്റ് തുടങ്ങി ഫൗണ്ടൻ വരെ ഒരു വഴി പോകുന്നുണ്ട്, ഒരു പാത്ത് പോകുന്നുണ്ട്. ഐ ലൈക്ക് ടു പ്ലേ ദെയർ ആഫ്റ്റർ സ്കൂൾ എവറി ഡേ. എനിക്ക് സ്കൂൾ കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവിടെ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. അടുത്തത് നമ്മൾ ലൈബ്രറി പറ്റിയിട്ടാണ് പറയുന്നത്. അവർ സ്കൂൾ ലൈബ്രറി ഇസ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ഓഫ് ദ ബിൽഡിംഗ്. ബിൽഡിംഗിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറി ഉള്ളത്. ദർ ആർ റോസ് ഓഫ് ബുക്സ് നീറ്റ്ലി അറേഞ്ച്ഡ് അലോങ് ദ വാൾസ് ഓൺ വുഡൻ ഷെൽഫ്സ്. അവിടെ പുസ്തകങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം മരത്തിന്റെ ഷെൽഫ്സില് ചുമരില് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. സ്റ്റുഡൻസ് സിറ്റ് ഇൻ സൈലൻസ് ആൻഡ് റീഡ് ദെയർ ഫേവറേറ്റ് സ്റ്റോറീസ്. കുട്ടികള് നിശബ്ദരായിട്ടിരുന്ന് അവർക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. The librarian sits at the large desk behind the reading area and help us choose books. ലൈബ്രറിയിൽ ഇരിക്കുന്നത് റീഡിംഗ് ഏരിയയുടെ പുറകിലാണ്. ഞങ്ങളെ പുസ്തകങ്ങളൊക്കെ എടുത്തു തരാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. A big window over the reading table lets in soft sunlight. റീഡിംഗ് ടേബിളിന്റെ മുകളിലായിട്ടുള്ള ഒരു വലിയ വിൻഡോയിൽ കൂടെ സോഫ്റ്റ് സൺലൈറ്റ് വരാറുണ്ട്. I often go there after class to read and borrow books from the library. ക്ലാസ് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ലൈബ്രറിയിൽ പോവാറുണ്ട്, വായിക്കാനും പുസ്തകങ്ങൾ എടുക്കാനും ഒക്കെ ആയിട്ട്. അടുത്തതാണ് കിച്ചൺ ഗാർഡൻ. We have kitchen garden behind our house. ഞങ്ങളുടെ ഹൗസിന് പുറകിലായിട്ട് ഒരു കിച്ചൺ ഗാർഡൻ ഉണ്ട്. There are neat rows of vegetables growing in the soil. കൃത്യമായ നിരകളിലായിട്ട് വെജിറ്റബിൾസ് മണ്ണിൽ വളരുന്നുണ്ട്. Bees fly around the flowers and butterflies rest on the leaves. വണ്ടുകള് പൂക്കൾക്ക് ചുറ്റും പറക്കുന്നുണ്ട്. ബട്ടർഫ്ലൈസ് ആണെങ്കിൽ ചെടികളുടെ ഇലകളിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. A small pipe runs across the garden to water the plants. ഗാർഡന് കുറുകെ ആയിട്ട് ഒരു ചെറിയ പൈപ്പ് പോകുന്നുണ്ട് ചെടികളൊക്കെ നന്നായി നനയ്ക്കാനായിട്ട്. The scarecrow stands in the middle wearing a hat on its head. നിങ്ങൾ സ്കാർക്രോ കണ്ടിട്ടില്ലേ? ഇങ്ങനെ കാക്കകളൊക്കെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപം, തലയിൽ മൺചട്ടിക്ക് വെച്ചിട്ട്. ആ സാധനം ഞങ്ങളുടെ ഗാർഡന്റെ നടുവിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്. I water the plants every morning and pull out weeds under the bushes. ഞാൻ എല്ലാ ദിവസവും ചെടി നനയ്ക്കാറുണ്ട്. മാത്രമല്ല ചെടികൾക്ക് താഴെയുള്ള പുല്ലും ഞാൻ പറിച്ചു കളയാറുണ്ട്. അടുത്ത ടോപ്പിക്കാണ് ഹോം എന്ന് പറയുന്നത്. My home is in a quiet street. വളരെ നിശബ്ദമായിട്ടുള്ള ഒരു സ്ട്രീറ്റിലാണ്, ഒരു തെരുവിലാണ് എൻ്റെ വീട്. There are trees all around it. എൻ്റെ വീടിന് ചുറ്റും ഒരുപാട് മരങ്ങളുണ്ട്. In front of the house there is a small garden and a swing under a big mango tree. എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഗാർഡൻ ഉണ്ട്. മാത്രമല്ല മാവില് ഒരു ഊഞ്ഞാലുണ്ട്. Our living room is on the right side of the house. ഞങ്ങളുടെ വീടിന്റെ റൈറ്റ് സൈഡിലാണ് ഞങ്ങളുടെ ലിവിംഗ് റൂം ഉള്ളത്. അതിന്റെ നെക്സ്റ്റ് ആയിട്ടാണ് എൻ്റെ ബെഡ്റൂം ഉള്ളത്. The kitchen is behind the dining area where my mother cooks delicious food. ഞങ്ങളുടെ ഡൈനിങ് ഏരിയയുടെ പുറകിലായിട്ടാണ് കിച്ചൺ ഉള്ളത്. അവിടെയാണ് ഞങ്ങളുടെ അമ്മ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാറുള്ളത്. We sit together after dinner and watch TV. ഡിന്നറിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് TV കാണാറുണ്ട്. A photo of my family hangs over the sofa in the living room. ലിവിംഗ് റൂമിലെ സോഫയുടെ മുകളിലായിട്ട് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ തൂക്കിയിട്ടിട്ടുമുണ്ട്. നെക്സ്റ്റ് പ്ലേ ഗ്രൗണ്ട് ആണ് നമ്മുടെ അവസാനത്തെ ടോപ്പിക്. Our school playground is behind the main building. നമ്മുടെ മെയിൻ ബിൽഡിങ്ങിന്റെ പിന്നിലാണ് സ്കൂൾ പ്ലേ ഗ്രൗണ്ട് ഉള്ളത്. There is a tall flagpole in the center and trees around the field. പ്ലേ ഗ്രൗണ്ടിന് നടുവിലായിട്ട് വലിയൊരു ഫ്ലാഗ് പോൾ ഉണ്ട്, ഒരു കൊടിമരം ഉണ്ട്. മാത്രമല്ല ഫീൽഡിന് ചുറ്റും ഒരുപാട് മരങ്ങളുണ്ട്. Children run across the ground and play football after class. ക്ലാസ്സിന് ശേഷം കുട്ടികൾ പ്ലേ ഗ്രൗണ്ടിൽ ഓടിക്കളിക്കും, ഫുട്ബോൾ ഒക്കെ കളിക്കാറുണ്ട്. Sometimes the ball flies over the fence and we bring it back from the other side. ചില സമയത്ത് ഞങ്ങൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ വേലിക്ക് അപ്പുറത്തേക്ക് ബോൾ പോറക്കുണ്ട്, എന്നിട്ട് ഞങ്ങളത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവരാറുണ്ട്. There is a bench under a big tree where we sit and rest. ഒരു വലിയ മരത്തിന് താഴെ ബെഞ്ച് ഉണ്ട്, ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുക്കാറുണ്ട്. A water tap stands on the corner for us to drink water when we are tired. ഫീൽഡിന്റെ ഒരു കോർണറിലായിട്ടൊരു വാട്ടർ ടാപ്പ് ഉണ്ട്. കളിച്ച് ക്ഷീണിക്കുമ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ വെള്ളം കുടിക്കാറുണ്ട്. ഇനി നമുക്ക് തേർഡ് ആക്ടിവിറ്റി നോക്കിയാലോ. Read the sentences from the story. The sheet of brown paper in which the salesman of the textile shop in the market had wrapped Amma's munde and veshti came handy. Here the word brown described the paper. ഇവിടെ ആ ബ്രൗൺ എന്ന് പറഞ്ഞ വേർഡ് ശ്രദ്ധിക്കൂ. ഒരു സാധാരണ പേപ്പർ എന്നുള്ളതിനെ ഒന്നും കൂടെ വിശേഷിപ്പിക്കുകയാണല്ലേ, ബ്രൗൺ കളർ പേപ്പർ എന്നുള്ളത്. Similarly, in the following sentence, Kuttetan took a small piece of slate pencil from the pocket. പോക്കറ്റിൽ നിന്ന് കുട്ടേട്ടൻ ചെറിയ ഒരു കഷ്ണം സ്ലേറ്റ് പെൻസിൽ എടുത്തു എന്ന് പറയുന്നു.
The word small describe the slate pencil. വെറുതെ ഒരു സ്ലേറ്റ് പെൻസിൽ എന്ന് പറയാണ്ട് ചെറിയ കഷ്ണം എന്ന് പറഞ്ഞിട്ട് ആ സ്ലേറ്റ് പെൻസിലിനെ ഡിസ്ക്രൈബ് ചെയ്യല്ലേ ഇവിടെ ചെയ്യുന്നേ. Here, brown and small are describing words. Such words describe the qualities of objects or people. സാധനങ്ങളുടെയോ ആളുകളുടെയോ ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഈ പറഞ്ഞതെല്ലാം. ഇനി നമ്മളോട് പറയുന്നത് അടുത്ത പാരഗ്രാഫിന് ഇത്തരത്തിലുള്ള വേർഡ്സ് കണ്ടുപിടിക്കാനാണ്. Read the paragraph from the story, pick out the describing words and write them in the box. As they climbed the steps to the veranda, Unnikkuttan saw the vast array of umbrellas. ഇതില് അംബ്രല്ല എന്ന് പറയുന്നതിന് പകരം കുടകളുടെ വലിയ നിര എന്നാണ് പറയുന്നത്. സോ വാസ്റ്റും അരയും അതിനൊരു എക്സാമ്പിൾ ആണ്. Some with hook handles hung on the rafters under the roof. ഇവിടെ ഹാൻഡിൽസിനെ അവരൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഹുക്ക് ഹാൻഡിൽസ്, ഹുക്ക് പോലെയുള്ള ഹാൻഡിൽസ് അല്ല, ഇങ്ങനെ വളഞ്ഞ പിടിയുള്ളതിനെയാണ് ഹുക്ക് ഹാൻഡിൽസ് എന്ന് പറയുന്നത്. സോ വെറുതെ ഹാൻഡിൽ എന്ന് പറയാണ്ട് ഹുക്ക് ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണ് ചെയ്യുന്നത്. ഓപ്പൺ അംബ്രല്ലാസ് ബോത്ത് ഓഫ് ക്ലോത്ത് ആൻഡ് പാം ലീവ്സ് ഫിൽഡ് അപ്പ് ദ വരാന്ത. വെറുതെ വരാന്തയിൽ കുടകൾ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാണ്ട് ഓപ്പൺ അംബ്രല്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, തുറന്നു വെച്ച കുടകൾ എന്നും പറയുന്നുണ്ട്. മാത്രല്ല തുണിയുടെ കുടകൾ അല്ലെങ്കിൽ ഓലക്കുടകൾ എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതൊക്കെ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ്. വെറുതെ പ്ലെയിൻ ആയിട്ട് പറയാണ്ട് ഒന്നും കൂടെ ഡീറ്റെയിൽ ചെയ്യാണ് ഈ വേർഡ്സ് ഉപയോഗിച്ചിട്ട്. സോ നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായ സ്ഥിതിക്ക് നമ്മളോട് പറയുന്നത് ഇത്തരത്തിലുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് വെച്ച് തന്നിരിക്കുന്ന പിക്ചറിനെ എഴുതാനാണ്. Look at the picture of the garden below. Write a paragraph using the following words. നമുക്ക് ആ ഗാർഡന് ചുറ്റും കുറച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളോട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. The garden looks peaceful and full of colors. ഗാർഡൻ വളരെ സമാധാനപരമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല ഒരുപാട് കളേഴ്സ് ഉണ്ട് അതില്. There are red, yellow, orange and white flowers blooming all around. അവിടെ റെഡും യെല്ലോയും ഓറഞ്ചും വൈറ്റും ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആകെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. The green grass covers the ground like a soft carpet. പച്ച പുല്ലുകൊണ്ട് ഗാർഡന്റെ ഗ്രൗണ്ട് ഫുൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതൊരു സോഫ്റ്റ് കാർപ്പറ്റ് മാതിരിയാണ് തോന്നുന്നത്. Some tall trees stand proudly while small bushes add beauty to the sides. നല്ല ഉയരമുള്ള മരങ്ങൾ അഭിമാനത്തോടു കൂടെ നിൽക്കുമ്പോൾ ചെറിയ ചെറിയ ഹൈറ്റ് കുറഞ്ഞ ചെടികള് ഗാർഡന്റെ സൈഡിലേക്ക് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. A long path goes through the garden and children look excited and happy walking along it. ഗാർഡനിലൂടെ ഒരു നീണ്ട വഴി തന്നെ പോകുന്നുണ്ട്. അതിലെ കുട്ടികള് സന്തോഷത്തോടു കൂടെ വളരെ എക്സൈറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ട്. It is a lovely and refreshing place to relax. റിലാക്സ് ചെയ്യാൻ പറ്റിയ വളരെ ലവ്ലി ആയിട്ടുള്ള വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. Read the following sentences. There were small puddles of water on the floor, clearer than the puddles on the road, Unnikkuttan thought. Here, puddles refer to the rainwater pools formed to the ground after rain. ഇവിടെ puddles എന്ന് ഉദ്ദേശിക്കുന്നത് മഴയ്ക്ക് ശേഷം നമ്മുടെ റോഡിലൊക്കെ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു വെള്ളക്കെട്ടുകളെയാണ്. Children usually jump over the puddles on the road during the rainy season. മഴക്കാലത്ത് കുട്ടികൾ സാധാരണ ഈ പഡൽസിലൊക്കെ ഈ വെള്ളക്കെട്ടിലൊക്കെ ചാടി കളിക്കാറുണ്ട്. Do you like playing in rainwater? നിങ്ങൾക്ക് ഇഷ്ടമാണോ മഴവെള്ളത്തിൽ കളിക്കാൻ? Given in brackets are some fun things children do on rainy days. ബ്രാക്കറ്റിലുള്ള ഈ വേർഡ്സ് കുട്ടികൾ സാധാരണ മഴക്കാലത്ത് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. Choose the right one from the bracket suitable to the pictures and write a sentence for each. ചിത്രത്തിനനുസരിച്ച് അവർ എന്ത് ആക്ടിവിറ്റി ആണ് ചെയ്യുന്നതെന്ന് നമ്മളോട് സെന്റൻസ് രൂപത്തിൽ എഴുതാനാണ് പറയുന്നത്. Appu dances in the rain. Ammu splashes in puddles. അമ്മു വെള്ളം തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മിന്നു jumps over the puddles. മിന്നു ആണെങ്കിൽ ഈ വെള്ളക്കെട്ടിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. ഉണ്ണി plays with paper boats in rainwater pool. ആ മഴവെള്ളത്തില് പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി കളിക്കുകയാണ് ഉണ്ണി. ലെന storms in muddy water. ലെന ചെളിവെള്ളത്തിൽ ഇങ്ങനെ ആഞ്ഞു ചവിട്ടുന്നുണ്ട്. ആമി makes puddles art with a stick. ആമി ആണെങ്കിൽ കുറച്ച് വടിയൊക്കെ വെച്ച് എന്തൊക്കെയോ പഡൽ ആർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ കുറെ ഓർമ്മ വന്നില്ലേ? സോ അടുത്ത ആക്ടിവിറ്റി എന്താണ്? നമ്മുടെ മഴ അനുഭവം എഴുതാനാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓഫ് യുവർ എക്സ്പീരിയൻസ് ഓൺ എ റെയിനി ഡേ. മഴക്കാലത്തെ നമ്മളൊരു അനുഭവത്തെ പറ്റി എഴുതാനാണ് അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ലാസ്റ്റ് വീക്ക് ഇറ്റ് റെയിൻഡ് ഹെവിലി. കഴിഞ്ഞ ആഴ്ച നല്ലോണം മഴ പെയ്തു. The sky was full of dark clouds and cool wind blew all day. ആകാശം മുഴുവനും കാർമേഘമായിരുന്നു. മാത്രമല്ല നല്ല തണുത്ത കാറ്റ് ആ ദിവസം മുഴുവൻ വീശിയിരുന്നു. I wore my yellow raincoat and carried an umbrella to school. ഞാൻ എൻ്റെ മഞ്ഞ റെയിൻകോട്ടാണ് ഇട്ടത്. മാത്രമല്ല ഒരു കൊടയും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. The roads were wet and puddles of water formed everywhere.
റോഡ് മുഴുവൻ നനഞ്ഞിരിക്കുകയായിരുന്നു. മാത്രമല്ല എല്ലാ സ്ഥലത്തും വെള്ളക്കെട്ടുണ്ടായിരുന്നു. During the break, we watched the rain from our classroom window and felt happy. ബ്രേക്കിന്റെ സമയത്ത് ഞങ്ങൾ ക്ലാസ് റൂമിലെ വിൻഡോ കൂടെ മഴ നല്ലോണം ആസ്വദിച്ചു. In the evening, my friends and I played in the rain and made paper boats that floated in the water. ഈവനിങ്ങില് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മഴയത്ത് കളിച്ചു. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പേപ്പർ ബോട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെള്ളത്തിലൊക്കെ ഒഴുക്കി വിട്ടു. The air smelled fresh and everything looked clean and green. ആദ്യമായിട്ട് മഴ പെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും അല്ലേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മണം. അതിനാണ് പുതുമണ്ണിന്റെ മണം എന്ന് നമ്മൾ പറയും. അതൊക്കെ ഉണ്ടായിരുന്നു. ചുറ്റും നല്ല ക്ലീനും ഗ്രീനും ഒക്കെ ആയിട്ട് ഫീൽ ചെയ്തു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ റെയിനി ഡേ എക്സ്പീരിയൻസ്. നമ്മൾ എപ്പോഴും ഫ്രണ്ട്സിനോടൊക്കെ പറയുന്ന കാര്യമില്ലേ, നമുക്കത് ചെയ്താലോ, നമുക്കിത് കഴിച്ചാലോ, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്നൊക്കെ. ഇനി നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ പഠിച്ചാലോ. ലെറ്റ്സ് എന്നാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. ലെറ്റ്സ് എന്ന് വെച്ചാല് ലെറ്റ് അസ് എന്നാണ്. ലെറ്റിന്റെ കൂടെ എപ്പോഴും ബേസ് ഫോം ആണ് വരിക. അതായത് നമ്മൾ ഒരിക്കലും ഈറ്റിംഗ്, ഡ്രിങ്കിങ് എന്നൊന്നും പറയില്ല. ലെറ്റ്സിന് ശേഷം എപ്പോഴും ഈറ്റ്, ഡ്രിങ്ക് എന്നൊക്കെയുള്ള സിമ്പിൾ ഫോം ഉപയോഗിച്ചാൽ മതി. അധികം കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു കാര്യമാണ്. റീഡ് ദ സെന്റൻസ് ഫ്രം ദ സ്റ്റോറി. കം ലെറ്റ്സ് ഗോ സെഡ് അച്ഛൻ. അച്ഛൻ പറഞ്ഞു, വരൂ നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. നൗ കംപ്ലീറ്റ് ദ ഫോളോവിംഗ് സെന്റൻസസ് യൂസിംഗ് ലെറ്റ്സ്. നമ്മളോട് ലെറ്റ്സ് ഉപയോഗിച്ച് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാ പറയുന്നത്. ഇറ്റ്സ് പ്ലേ ടൈം, ലെറ്റ്സ് പ്ലേ ഔട്ട്സൈഡ്. ഇത് പ്ലേ ടൈം ആണ്, നമുക്ക് പുറത്തു പോയി കളിക്കാം. വി ഷാൽ ഡ്രോ എ പിക്ചർ, നമുക്കൊരു ചിത്രം വരയ്ക്കാം. ലെറ്റ്സ് ഡ്രോ ദ സൺ, നമുക്ക് സൂര്യനെ വരയ്ക്കാം. വി ഫീൽ ലൈക്ക് ഡാൻസിങ്, ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ട്. ലെറ്റ്സ് ഡാൻസ് ലൈക്ക് ബട്ടർഫ്ലൈസ്, നമുക്ക് പൂമ്പാറ്റകളെ പോലെ ഡാൻസ് കളിക്കാം. ഇറ്റ്സ് സ്നാക്ക് ടൈം, ഇത് സ്നാക്ക് ടൈം ആണ്. ലെറ്റ്സ് ഈറ്റ് അവർ സ്നാക്സ്, നമുക്ക് നമ്മുടെ സ്നാക്സ് കഴിക്കാം. വി ലവ് സ്റ്റോറീസ്, ഞങ്ങൾക്ക് കഥകൾ ഒരുപാട് ഇഷ്ടമാണ്. ലെറ്റ്സ് റീഡ് എ ഫണി സ്റ്റോറി, നമുക്കൊരു ഫണി സ്റ്റോറി വായിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ലെറ്റ്സിന്റെ പേർപ്പസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇമാജിൻ ദാറ്റ് യു ആർ വിത്ത് ഉണ്ണിക്കുട്ടൻ ഓൺ ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. നിങ്ങൾ വിചാരിക്കും ഉണ്ണിക്കുട്ടന്റെ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂളിൽ നിങ്ങളും ഉണ്ണിക്കുട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു. A few incidents that happened on the day are given below. അന്ന് ഉണ്ടായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇവിടെ സെന്റൻസ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ നീഡ്സ് സം ഹെൽപ്പ് ഫ്രം യു. നമ്മളിൽ നിന്ന് കുറച്ച് സഹായം ഉണ്ണിക്കുട്ടൻ ആവശ്യമാണ്. യൂസ് ലെറ്റ്സ്. ലെറ്റ്സ് വെച്ച് എഴുതാനാണ് പറയുന്നത്. ഉണ്ണിക്കുട്ടൻ വാസ് നെർവസ് അറ്റ് സ്കൂൾ. ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ നല്ല പേടിച്ചിരിക്കാണ്. ലെറ്റ്സ് ടോക്ക് ടു ഹിം. നമുക്ക് അവനോട് സംസാരിക്കാം. ഉണ്ണിക്കുട്ടൻ വാസ് തേഴ്സ്റ്റി വെൻ ഹി റീച്ച്ഡ് ഹോം. ഉണ്ണിക്കുട്ടൻ വീട്ടിലെത്തിയപ്പോൾ നല്ല ദാഹിച്ചിരിക്കാണ്. ലെറ്റ്സ് ഗിവ് ഹിം സം വാട്ടർ. നമുക്ക് അവന് കുറച്ച് വെള്ളം കൊടുക്കാം. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. നല്ല മഴ പെയ്യുന്നുണ്ട്. ലെറ്റ്സ് ടേക്ക് ആൻ അംബ്രല്ല. നമുക്കൊരു കുട എടുക്കാം. ഹി ഈസ് അപ്സെറ്റ് അബൌട്ട് ദ ബ്രോക്കൻ സ്ലേറ്റ്. അവൻ പൊട്ടിയ സ്ലേറ്റിനെ പറ്റി ഭയങ്കര അപ്സെറ്റ് ആണ്. ലെറ്റ്സ് കൺസോൾ ഹിം. നമുക്ക് അവനെ ആശ്വസിപ്പിക്കാം. ഹി ലോസ്റ്റ് ഹിസ് വേ വൈൽ ഗോയിങ് ബാക്ക് ഹോം. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി അവനെ വഴിതെറ്റി. ലെറ്റ്സ് ടേക്ക് ഉണ്ണി ഹോം. നമുക്ക് ഉണ്ണിയെ വീട്ടിൽ കൊണ്ടുവിടാം. ഉണ്ണിക്കുട്ടൻ ഫോർഗോട്ട് ഹിസ് ലഞ്ച്. ഉണ്ണിക്കുട്ടൻ ലഞ്ച് എടുക്കാൻ മറന്നുപോയി. ലെറ്റ്സ് ഷെയർ അവർ ഫുഡ്. നമുക്ക് നമ്മുടെ ഫുഡ് ഉണ്ണിക്കുട്ടനുമായിട്ട് ഷെയർ ചെയ്യാം. ലുക്ക് അറ്റ് ദ സെന്റൻസസ് ഗിവൻ ബിലോ. ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ബാrefoot. മുത്തശ്ശൻ who was watching him said. നമുക്കറിയാലേ മുത്തശ്ശൻ ഉണ്ണിയോട് പറഞ്ഞത് ചെരുപ്പിടാണ്ട് പോവാന്നുള്ളതെന്ന്. Here മുത്തശ്ശൻ is cautioning ഉണ്ണിക്കുട്ടൻ about the precautions for the rainy season. But these days, newspapers, televisions, radio and other media provide information on such precautions regularly. ഇവിടെ മുത്തശ്ശൻ ഉണ്ണിക്കൊരു വാർണിംഗ് കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെ പോവാണ് നല്ലത്, അതർവൈസ് നമ്മുടെ ഡ്രസ്സിൽ അപ്പടി ചെളിയാവാൻ സാധ്യത ഉണ്ട് എന്ന്. അതുപോലെ തന്നെ നമുക്കും ടെലിവിഷനിൽ കൂടിയും ന്യൂസ് പേപ്പറിൽ കൂടിയും അല്ലെങ്കിൽ റേഡിയോ കൂടിയും ഒക്കെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട് അല്ലേ. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട് ഒക്കെ അതിന്റെ ഒരു ഭാഗമല്ലേ, നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത്. Here is a weather report and safety guide prepared by a young student covering the monsoon seasons from June to September. Take a look at it carefully and answer the questions that follow. ഈ ടേബിൾ എന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിച്ച് എഴുതാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചെയ്താലോ. Which month recorded the highest rainfall? ഏത് മാസത്തിലാണ് ഏറ്റവും അധികം റെയിൻഫോൾ ഉള്ളത്? ജൂലൈ മാസത്തിലാണല്ലേ. What is the temperature range in August? ഓഗസ്റ്റിലെ ടെമ്പറേച്ചർ റേഞ്ച് എന്താണ്? 26 ഡിഗ്രി മുതൽ 29 ഡിഗ്രി വരെയാണ് ഓഗസ്റ്റിലെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. In which month does Kerala experience rain with strong winds? നല്ല ശക്തമായ കാറ്റോട് കൂടിയിട്ടുള്ള മഴ ഏത് മാസത്തിലാണ് കേരളത്തിൽ ഉണ്ടാവുന്നത്? ജൂലൈ മാസത്തിലാണ്. Which month is considered the easiest for traveling? ഏത് മാസമാണ് ട്രാവലിങ്ങിന് ബെസ്റ്റ് ആയിട്ടുള്ളത്? ഓഗസ്റ്റ് മാസമാണ്. അപ്പൊ കുറച്ച് മഴ കുറയും.
What is the effect of rain on daily life in June? ജൂണിൽ മഴ പെയ്യുമ്പോൾ അത് ഡെയിലി ലൈഫിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. There may be flood in some areas. ചില സ്ഥലങ്ങളിൽ പ്രളയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് റെയിൻഫോൾ ലീഡ്സ് ടു വാട്ടർ ലോഗിംഗ്? എങ്ങനെയുള്ള മഴയാണ് വെള്ളക്കെട്ടിന് കാരണമാവുന്നത്? ലോട്ട്സ് ഓഫ് റെയിൻ ഇൻ ലോങ് ഡ്യൂറേഷൻ. കുറേ നേരം നിൽക്കുന്ന മഴയ്ക്കാണ് ഇങ്ങനെ വാട്ടർ ലോഗിംഗ് ഉണ്ടാവുന്നത്. പെട്ടെന്ന് മഴ പെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെ വാട്ടർ ലോഗിംഗ് ഉണ്ടാവില്ല. ലോങ് ഡ്യൂറേഷനിലുള്ള മഴയാണ് ഇതിന് കാരണം. A friend of yours who lives abroad is planning to visit Kerala in June or July. ഇന്ത്യക്ക് പുറത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആള് ജൂൺ ജൂലൈ ഒക്കെ ആയിട്ട് കേരള സന്ദർശിക്കാനായിട്ടുള്ള ഉദ്ദേശമുണ്ട്. Considering Kerala's weather conditions in these months, what suggestions would you give your friend about the journey regarding? നമുക്കറിയാം ജൂൺ ജൂലൈയിലെ വെതർ കണ്ടീഷൻസ് ഒക്കെ അല്ലേ. അതൊക്കെ വെച്ച് നിങ്ങൾ എന്ത് സജഷൻ ആണ് നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് സജഷൻസ് ഒക്കെ കൊടുക്കും? I am happy to hear that you are planning to visit Kerala in June or July. These months are the monsoon season. നമ്മുടെ ജൂൺ ജൂലൈ ആണ് മൺസൂൺ സീസൺ. It rains almost every day and sometimes there are strong winds and thunder. എല്ലാ ദിവസവും മഴ പെയ്യും. ചില സമയത്ത് നല്ല ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാവാറുണ്ട്. The temperature is cool around 24 degrees Celsius to 30 degrees Celsius. ടെമ്പറേച്ചർ നല്ല കൂളായിട്ടുള്ള അന്തരീക്ഷമാണ് നമുക്ക് ഉണ്ടാവുക. 24 ഡിഗ്രി തൊട്ട് 30 ഡിഗ്രി വരെയൊക്കെ ഉണ്ടാവാറുള്ളൂ. ട്രാവൽ ഇസ് മോസ്റ്റ്ലി പോസിബിൾ ബട്ട് സം ഏരിയാസ് മേ ഹാവ് ലാൻഡ് സ്ലൈഡ്സ് ഓർ സ്ലിപ്പറി റോഡ്സ്. യാത്ര ചെയ്യാനായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ചില സ്ഥലങ്ങളില് മണ്ണിടിച്ചിലും പിന്നെ സ്ലിപ്പറി റോഡ്സും ഉണ്ടാവും. ദർ ക്യാൻ ഓൾസോ ബി വാട്ടർ ലോഗിംഗ് ഇൻ സം പ്ലേസസ്. ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടും ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് ബെറ്റർ ടു വിസിറ്റ് സേഫ് പ്ലേസസ്, wear light clothes, use waterproof shoes and keep electric devices dry. എപ്പോഴും സേഫ് ആയിട്ടുള്ള പ്ലേസ് വിസിറ്റ് ചെയ്യാണ് നല്ലത്. ലൈറ്റ് ക്ലോത്ത്സ് വെയർ ചെയ്യുക, വാട്ടർ പ്രൂഫ് ഷൂസ് ഇടുക, ഇലക്ട്രോണിക് ഡിവൈസസ് നനയാണ്ട് സൂക്ഷിക്കണം. Please avoid hilly areas because there is a high chance of landslides. ഇങ്ങനെ ഒരുപാട് മലയും കുന്നും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക. കാരണം അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. People in Kerala are used to the rain, so daily life continues as usual. കേരളത്തിലുള്ളവർക്ക് ഇതൊക്കെ വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഡെയിലി ലൈഫ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും സാധാരണ പോലെ. Markets stay open, public transport works and the green landscape looks very beautiful. എല്ലാവരും നോർമൽ ആയിട്ട് തന്നെ ഇരിക്കും. മാത്രമല്ല നല്ല ഭംഗിയാണ് ഇപ്പോൾ പ്രകൃതിയെ കാണാൻ. If you enjoy rain, this is a wonderful time to see the natural beauty of Kerala. നിങ്ങൾക്ക് മഴ നല്ല ഇഷ്ടമാണ് വെച്ചാൽ കേരളത്തിലെ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള സമയമാണ്. അടുത്ത ആക്ടിവിറ്റി ഇതാണ്. You are entering an exciting all about my school writing contest. Write a creative description about your school using the following details. നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ സ്കൂളിനെ പറ്റി എഴുതാൻ വേണ്ടിയിട്ട്. My school's name is ABC School and it is located in Thrissur. I am studying in class 6. Every morning I travel to school by bus, enjoying the ride with my friends. ഞാൻ സാധാരണ ബസ്സിലാണ് വരാറുള്ളത്. എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഞാൻ ബസ്സിൽ വരുന്നത്. My teachers are kind, helpful and always encourage us to do our best. ഞങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ വളരെ ദയുള്ള ആൾക്കാരാണ്, നന്നായിട്ട് സഹായിക്കുന്നവരാണ്, എപ്പോഴും ഞങ്ങളുടെ ബെസ്റ്റ് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. They make learning fun and interesting. അവര് ഞങ്ങളുടെ പഠനം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിനെ ഒരുപാട് ഫണ്ണും ഇൻട്രസ്റ്റിംഗും ഒക്കെ ആക്കുന്നുണ്ട്. My classmates are friendly and we all study, play and share lunch together. ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ വളരെ ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കും, കളിക്കും, മാത്രമല്ല ഫുഡൊക്കെ ഷെയർ ചെയ്യും. Our school has spacious classrooms, a big playground, a beautiful garden, clean toilets, safe drinking water, a science lab and a library full of storybooks. ഞങ്ങളുടെ സ്കൂൾസിൽ വലിയ ക്ലാസ് റൂംസ് ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ഗാർഡൻ ഉണ്ട്, വൃത്തിയുള്ള ടോയ്ലറ്റ്സ് ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, പിന്നെ സയൻസ് ലാബ്, ലൈബ്രറി ഇതൊക്കെ ഉണ്ട്. We also have different clubs like Nature Club, Art Club and Music Club. We celebrate all festivals such as Onam, Christmas and Independence Day with great joy. ഞങ്ങൾ എല്ലാ ഫെസ്റ്റിവൽസും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓണം, ക്രിസ്മസ്, ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ. I love my school very much because it feels like my second home. എനിക്ക് എൻ്റെ രണ്ടാമത്തെ ഒരു വീട് മാതിരിയാണ് എൻ്റെ സ്കൂൾ. I am proud to be a student of ABC School, Thrissur. ഇനി നമ്മൾ നമ്മുടെ അവസാനത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ്. Look at the sentences given below. As they climb the steps to the veranda, Unnikkuttan saw the vast array of umbrellas. If you walk with it in this rain, you will splash mud all over your clothes. Here the words steps,
umbrellas, rain and mud are naming words. ഈ തന്നിട്ടുള്ള സെന്റൻസസിൽ ബോൾഡിൽ കൊടുത്ത വേർഡ്സ് ആണ് സ്റ്റെപ്സ്, umbrellas, rain and mud. ഇവര് നെയിമിംഗ് വേർഡ്സ് ആണ്. സ്റ്റെപ്സും അംബ്രല്ലയും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും ഇൻഡിവിജ്വലി. ഒരു സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഒരു കുട, 2 കുട എന്നുള്ളത്. അതുകൊണ്ട് ദേ ആർ കൗണ്ടബിൾ നൗൺസ്. അവരെ എണ്ണാൻ പറ്റുന്നത് കൊണ്ട് അവരെ നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് വിളിക്കുന്നു. ബട്ട് റെയിൻ ആൻഡ് മഡ് കനോട്ട് ബി കൗണ്ടഡ് ഇൻഡിവിജ്വലി. റെയിനും മഡും എന്ന് പറയുന്നത് തന്നെ എണ്ണാൻ പറ്റില്ല. ഒരു വട്ടം മഴ പെയ്തു, 2 വട്ടം മഴ പെയ്തു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതൊരു മഴ, ഇത് 2 മഴ, ഇത് 3 മഴ എന്നങ്ങനെ നമ്മൾ പറയില്ല. അതുപോലെ ഇതൊരു ചെളി, 2 ചെളി, 3 ചെളി എന്ന് നമ്മൾ പറയില്ലല്ലോ. അപ്പോൾ ഇൻഡിവിജ്വലി കൗണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അവരെ അൺകൗണ്ടബിൾ നൗൺസ് എന്നാണ് പറയുന്നത്. Now identify the countable and uncountable nouns from the words given below. Write them down in the respective columns. So ഇവിടെ നമുക്ക് കൗണ്ടബിളും അൺകൗണ്ടബിളും വേർഡ്സ് കണ്ടുപിടിച്ച് എഴുതാനാണ് പറയുന്നത്. ബുക്സ്, ആപ്പിൾ, ബോക്സസ്, ലീവ്സ്, ബനാന, ചെയർ, പെൻസിൽ, ബാഗ്, ബട്ടർഫ്ലൈസ്, ചിൽഡ്രൻ. ഇതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുന്നതാണല്ലേ. പുസ്തകങ്ങളായിക്കോട്ടെ, ഒരു പുസ്തകം, 2 പുസ്തകം, അല്ലെങ്കിൽ ഒരു ആപ്പിൾ, 2 ആപ്പിൾ, ഒരു ചെയർ, 2 ചെയർ എന്നൊക്കെ നമുക്ക് എണ്ണാൻ പറ്റും. അന്നേരം അൺകൗണ്ടബിൾ നോക്കൂ. മിൽക്ക്, സോൾട്ട്, വാട്ടർ, എയർ, ഓയിൽ, റൈസ്, റെയിൻ, മഡ്, സ്നോ, മണി. ഇതൊന്നും നമുക്ക് ഇൻഡിവിജ്വലി എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു പാല്, 2 പാല് എന്ന് നമ്മൾ പറയില്ല. ഒരു വെള്ളം, 2 വെള്ളം എന്നൊന്നും പറയില്ല. ഒരു ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് വെള്ളം എന്നൊക്കെയല്ലേ പറയുള്ളൂ. അല്ലെങ്കിൽ 1 അരി, 2 അരി എന്ന് പറയില്ലല്ലോ. Identify other such countable and uncountable nouns from the story. ഇനി നമ്മളോട് സ്റ്റോറി വായിച്ചിട്ട് കൗണ്ടബിളും അൺകൗണ്ടബിളും വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. കവർ, അംബ്രല്ല, സ്ലേറ്റ്, ബെഞ്ച്, സ്കൂൾ ബാഗ്, നെയിൽ, വാൾ, ഷോപ്പ്, ലോറീസ് എന്നൊക്കെ പറയുന്നത് കൗണ്ടബിൾ നൗൺസ് ആണ്. വാട്ടർ, റെയിൻ, മഡ്, ഹെയർ, ഉപ്പുമാവ് എന്നൊക്കെ പറയുന്നത് അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ ടെക്സ്റ്റ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. പ്ലൂറൽ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൗണ്ടബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അത് അൺകൗണ്ടബിൾ ആയിരിക്കും. നമുക്ക് പുസ്തകം, പുസ്തകങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റില്ലേ. പക്ഷെ മഞ്ഞ്, മഞ്ഞുകൾ, പാല്, പാലുകൾ, ഉപ്പ്, ഉപ്പുകൾ എന്ന് നമ്മൾ പറയില്ല. സോ അത് അൺകൗണ്ടബിൾ ആണ്. പ്ലൂറൽ ആക്കി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൗണ്ടബിൾ ആണ്. സോ ഈ ടിപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇവരെ കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. സോ ഇതോടുകൂടെ ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ചാപ്റ്റർ ആയിട്ട് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.